ഈ ഒരു വർക്ക് ചെയ്യുന്നത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അതുപോലെ തന്നെ ഇമോഷണലായിട്ടും തന്നെയാണ് കേട്ടോ. കാരണം ഒരുപാട് ഒഴിവാക്കലുകൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ. ഒരുപാട് പരിചയക്കാരും അടുത്തറിയാവുന്നവരും ഒക്കെ ഉണ്ട് എനിക്ക്. പക്ഷേ വെഡ്ഡിങ് ടൈം ആകുമ്പോൾ ഇവരെല്ലാം വലിയൊരു തിരക്കഥ എഴുതുന്നവരാണ് എന്നോട് വന്ന് കഥ പറയുന്നത്. വിദ്യയ്ക്ക് തരാത്ത വേറൊന്നും കൊണ്ടല്ല, പയ്യൻ്റെ വീട്ടിൽ നിന്നാണ് ബുക്ക് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അടുത്ത കഥ പറയും, കസിനാണ് ചെയ്യുന്നത്, ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാട്ടോ വിദ്യ ചേച്ചി വിളിക്കാത്ത, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഞാൻ ഇങ്ങനെയുള്ള ഒന്നും ചോദിക്കാറില്ല ആരോടും. പക്ഷേ ആരിൽ നിന്ന് ഞാനൊന്നും പ്രതീക്ഷിക്കുന്ന ഒരാളുമല്ല. പക്ഷേ എൻ്റെ കൊച്ച് വന്ന് വെഡ്ഡിങ് വർക്ക് ബുക്ക് ചെയ്തപ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ. ആളൊന്നേ പറഞ്ഞോളൂ, ചേച്ചി ഞാൻ നല്ല അടിപൊളിയായിരിക്കണം സ്റ്റേജിൽ നിൽക്കുമ്പോൾ. ഞാൻ എൻ്റെ കൊച്ചിനോട് പറഞ്ഞു, ഒന്നേ ഉള്ളൂ, മോനെ നീ കല്യാണ പെണ്ണായിട്ട് നിൽക്കുന്നെങ്കിലും ടെൻഷൻ മുഴുവൻ എനിക്കാണ്. കാരണം നിന്നെ ആളുകളുടെ മുന്നിലേക്ക് ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം എൻ്റെ ഏറ്റവും വലിയ ജോലി തന്നെയാണ്. ഈ ഫാമിലിയോടും എൻ്റെ കൊച്ചിനോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എത്രയൊക്കെ ആരൊക്കെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാലും നമ്മളെ ചേർത്ത് നിർത്താൻ വളരെ ചുരുക്കം പേരെ കാണത്തില്ല. ആ ഒരു കൂട്ടത്തിലുള്ളതാണ് എൻ്റെ വിനീതയും ഫാമിലിയും. അപ്പോൾ താങ്ക് യു സോ മച്ച് എന്നെ ഓരോ കാര്യങ്ങൾ ഓർത്ത്